ഞാൻ ഈ സിനിമയുടെ കഥ ഒന്ന് പറഞ്ഞുതരാം. ഈ സിനിമയുടെ കഥ കേട്ട് കഴിയുമ്പോൾ ചില ന്യൂജൻ പിള്ളേർക്ക് ഈ സിനിമ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു തോന്നൽ വരും. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ കളിക്കുന്നത് നമ്മുടെ മനോരമ മാക്സിലാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എന്തായാലും ഈ സിനിമയുടെ കഥ എന്ന് വെച്ചാൽ അംഗനവാടി ടീച്ചറായിട്ടുള്ള സവിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആശ ശരത്തിൻ്റെ. പുള്ളിക്കാരത്തിൻ്റെ മകളായിട്ട് ഇതിൽ സ്വന്തം മകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഉത്തര ശരത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡായിട്ട്, അതായത് ആശ ശരത്തിൻ്റെ കഥാപാത്രം സവിത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഹസ്ബൻഡായിട്ട് സുധീർ കരമന വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ പഴയ സിനിമയുടെ എലിപ്പത്തായ എന്ന് പറയുന്ന സിനിമയുടെ റെഫറൻസ് ആയിട്ടാണ് ഇതിലെ കഥാപാത്രം വരുന്നത്. പക്ഷേ അതാർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇവിടെ ന്യൂജൻ പിള്ളേരൊന്നും ഈ എലിപ്പത്തായൊന്നും കണ്ടിട്ടില്ല സംവിധായക. അതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല ഇതെന്താണ് പുള്ളി എലിയുടെ പുറകെ കിടക്കുന്നതെന്നൊക്കെ. അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതിലെ മെയിൻ കഥ എന്ന് പറയുന്നത് മകൾക്കൊരു കാമുകനുണ്ടെന്ന് ആശ ശരത്ത് മനസ്സിലാകുന്നതും പിന്നെ ഈ കാമുകൻ അന്വേഷിച്ച് പോകുന്നതാണ്. ഈ കാമുകനായിട്ട് വരുന്നത് സുദേവ് നായരാട്ടോ, വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നത് മലയാളത്തിൽ ഇപ്പോൾ കുറേ സിനിമകളിലുണ്ട്. അപ്പോൾ ആ കഥാപാത്രം അന്വേഷിച്ച് പോകുന്നു. പിന്നീട് അമ്മ അവൻ്റെ കാമുകയായിട്ട് മാറുന്നതും പിന്നീട് ഒരു ഘട്ടത്തിൽ മകൾ ഇത് അറിയുന്നു. സ്വന്തം കാമുകനായിരുന്നു ഒരുത്തൻ അമ്മയുടെ കാമുകനായി എന്ന് മനസ്സിലാകുന്നൊരു സമയത്ത് ഈ പറയുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കാമുകനെ ഉപേക്ഷിച്ചതൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ മകൾ തകർന്നു പോകുന്നതും ഒരു ഘട്ടത്തിൽ അമ്മ മകളെ കൊല്ലാൻ ശ്രമിക്കുന്നതല്ല കൊല്ലുന്നത് തന്നെയാണ് വരുന്നത്. ആ രീതിയിലൊക്കെ വരാണ് സിനിമയുടെ കഥ പോകുന്നത്. പക്ഷേ ഇതൊരു സെക്സ് പരിപാടി രീതിയിലുള്ള സിനിമ ഒന്നുമല്ല. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫാമിലിക്കിടയിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഇതേപോലെ പോകുന്ന കുറേ സ്ത്രീകളുടെ ജീവിതമൊക്കെ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഡീസൻ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കണ്ടാലും ഈ പറയുന്ന പ്രായമുള്ളവർക്കൊക്കെ ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. എന്നാൽ നമ്മളെപ്പോലെ കുറച്ച് ആളുകൾക്ക്, പിന്നെ കുറച്ചും കൂടി പ്രായം കുറഞ്ഞവർക്കൊക്കെ ഇതൊരു സീരിയൽ പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഈ പറയുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നല്ലൊരു രീതിയിലുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്.